ഓരോ ഉമ്മമാരുടെ രാവിലെ എന്ന് പറയുന്നത് അത്രക്ക് പ്രധാനപ്പെട്ടതാണ് അല്ലേ? രാവിലത്തെ പണി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കുമല്ലേ വൈകുന്നേരം വരെയും നമ്മുടെ പണികൾ. രാവിലെ എണീക്കാൻ വൈകി അല്ലെങ്കിൽ അടുക്കളയൊക്കെ ഇറങ്ങാൻ വൈകി കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പറ്റ പോക്കാലേ. എനിക്ക് അങ്ങനെ കേട്ടോ സംഭവിക്കാറ്. അഥവാ ഒന്ന് അടിച്ചൊരുവാനോ തുടക്കാനോ വൈകിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് ആരെങ്കിലും വരും. എല്ലാം ഒതുക്കി പൊറുക്കി അടിച്ചാലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നില്ല അന്ന് ആരും വരില്ല. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഇതേ നേരത്തെ തന്നെ അടുക്കളയിൽ എത്തി എന്താ കടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലായിട്ട് നമ്മൾ പെണ്ണുങ്ങളല്ലേ അല്ലേ. അപ്പം നേരെ പോലത്തെ നമ്മളിങ്ങനെ വിചാരിക്കല്ലേ ഇന്നിപ്പോൾ എന്താ കടി ഉണ്ടാക്കുക എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പാഴ്സ് ഉണ്ടായിരുന്നു, അത് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഈ വെക്കുന്നത്. പിന്നെ അടുപ്പിൻ്റെ ഉള്ളിലുള്ള വെണ്ണൂറാണ് ഈ വാരുന്നത്. ഞാൻ എപ്പോഴും ഒന്നും വെണ്ണൂറ് വാരാറില്ല കേട്ടോ. എനിക്കെപ്പോഴാണ് തോന്നുന്നത് അപ്പോഴേ ഞാൻ വാരുള്ളൂ. അങ്ങനെ അടുപ്പിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പാഴ്സ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്നാണ് കഴുകിയെടുത്തു. പാഴ്സിന് മുട്ടല്ല കേട്ടോ. മുട്ട ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയതായിരുന്നു. അത് കാരണം മുട്ടയില്ല, പാഴ്സ് മാത്രമാണ് ഉള്ളത്. പിന്നെ മൈദ കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മിക്സിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരു 4-5 കയ്യിൽ മൈദ, 2 കോഴിമുട്ട, ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ മിക്സിയിൽ അരക്കുമ്പോഴേ എന്താ പറയുക ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പം അങ്ങനെ മാവ് അരച്ച് വന്നപ്പോഴേക്കത് കുടിക്കാനുള്ള വെള്ളം നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. ലൈക്ക് കൊടുക്കാനൊന്നും നിങ്ങൾ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിലൂടെ ഒന്ന് അറിയിക്കണേ. അങ്ങനത്തെ പാർട്സ് നല്ലോണം കഴുകിയെടുത്തിരുന്നല്ലോ. വെള്ളമൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ ഇത്തിരി ഉപ്പും വലിയ ജീരകവും എല്ലാം ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഞാനിവിടെ നിർത്തണം, അവിടെ നിങ്ങൾ നിർത്തിയാൽ മതി. എൻ്റെ കൂടെ അങ്ങനെ പോയിട്ടേ എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. പിന്നെ അത് തക്കാളി ഇടാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ എനിക്കൊരു ധൈര്യം പോരട്ടെ. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. വെള്ളം എനിക്ക് ധൈര്യത്തിന് വേണ്ടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കൂലേ. അങ്ങനെ പാർട്സൊക്കെ സെറ്റാക്കിയോണ്ട് പിന്നെ അടുപ്പത്തേക്ക് ഇറങ്ങാനിട്ട് അടുപ്പത്ത് തന്നെ ചൂടാന്ന് വെച്ചു. എനിക്കൊരു സ്വഭാവം ഉണ്ടോ, ചോറ് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് തന്നെ മൊത്തം ഉണ്ടാക്കും. അല്ല ചോറ് കുറച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടുപ്പത്തേക്ക് പോവുകയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസുമ്മൽ ഈസിയൊക്കെ പോലെ കണ്ട് ഒപ്പിക്കും. പിന്നെ അത് അരച്ച് വെച്ച ദോശൻ്റെ മാവുണ്ടല്ലോ അതിലേക്ക് ഒരു ഇത്തിരി ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകവും ഉപ്പും പിന്നെ നമ്മളെ മൈദമാവും തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാനിതിന് തേങ്ങ ഇട്ടിട്ടില്ല. പിന്നെ 2 കോഴിമുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നില്ലേ. ഞാൻ അപ്പോഴേക്കും അത് മറന്നു കേട്ടോ. എനിക്ക് എന്ത് കാര്യത്തിനും ഭയങ്കര മറവിട്ടാണ്. ഞാൻ എന്ത് കാര്യമാണ് ഇനി ഫിലിമോളോടാട്ടോ പറഞ്ഞിട്ടില്ല. അവളാണ് എന്നെ ഓർമ്മിപ്പിക്കാറ്. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളോടാണ് പറഞ്ഞിടാറ്. അവളോട് പറഞ്ഞിട്ടാലും എന്താണെന്നറിയാം ആ ടൈം ആകുമ്പോൾ പിന്നെ അവൾ ഓർമ്മാക്കൂട്ടോ. അങ്ങനെ ഒരു കാര്യം ഉണ്ട് അവളെയും കൊണ്ട്. ഈ കടി നമ്മൾ ഷിബിലിമോൾക്കും ഫിലിമോൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയും പൊറാട്ടപ്പം എന്ന് പറയും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണല്ലേ ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലേ. പിന്നീടെന്നുണ്ടെങ്കിലും ഇതിന് ചെറിയ ജീരകം ഇട്ടുകൊണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയായിരിക്കും. ജീരകത്തിൻ്റെ ചായ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ലല്ലേ. നീലങ്ങൾ നമ്മൾ അപ്പത്തുമ്പോൾ ആകെ പുള്ളിയാണ്. അപ്പോൾ പുള്ളിയപ്പം എന്ന പേരിടാം നമുക്കല്ലേ. ചിലവർ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ജീരകം ഒന്നും ഇടല്ലേ. ചിലവർ ക്യാരറ്റൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ പുള്ളിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ദോശച്ചട്ടി അങ്ങോട്ടാണ് മാറ്റി വെച്ചോ. എന്താ ദോശ അപ്പം അങ്ങനെ വെച്ച് അറിയോ. ഞാനുണ്ടാക്കിയപ്പോഴേക്കും ഇക്ക കടിപ്പാത്രം കൊണ്ട് ഇത് പോയിട്ടാണ്. ഇക്കാക്ക് നേരത്തെ പോകാനുള്ളതല്ലേ. അപ്പോൾ ഇക്കാക്ക് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് പോയതാണ്. അതാണ് കേട്ടോ അവിടെ ദോശപാത്രം കാണാത്തത്. അങ്ങനത്തെ അത് ഏതായാലും ഇനി ഒരു പാത്രത്തിൽ അവിടെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നേരെ ഇക്കാൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ. നിങ്ങൾ വിചാരിക്കും ഇവരെന്ത് ചായ ഉണ്ടാക്കുന്നില്ലേ രാവിലെ തന്നെ ഇക്കാക്ക് വെള്ളം തൊഴിച്ച് കൊടുക്കുന്നതെന്നൊക്കെ വിചാരിക്കട്ടെ. ഇവിടെ അധികം ചായ രാവിലെ ഉണ്ടാക്കാറില്ല, വൈകുന്നേരമാണ് കേട്ടോ അധികവും ഉണ്ടാക്കാറ്. പിന്നെ നമ്മുടെ കോഴിപ്പാഴ്സ് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലോ അതേ ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വേപ്പിലയും ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറി കൊടുക്കണെ കുറച്ചെണ്ണം മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഇക്ക കഴിക്കാൻ നിന്നിരുന്നു. ചൂടോടെ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇക്ക ദോശ. അപ്പം ഞാനത് അങ്ങോട്ട് ഇക്കാക്കാണ്ട് കൊണ്ടു കൊടുത്തു.
അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കഴുകിയ അരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. റേഷൻ അരി തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഈ ദോശ പിന്നെ ചൂടൊടുക്കനും കഴിക്കാനല്ലേ. ദോശ ഏതായാലും തന്നെ ചൂടോടെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും കൂടി ആയിരിക്കും അല്ലേ. ഇക്ക പിന്നെ എന്നോട് പറഞ്ഞിരുന്നു ചൂടുള്ളത് മതി എന്ന് പറഞ്ഞ. കറി നിർബന്ധമൊന്നുമില്ല കേട്ടോ. ദോശയൊക്കെ ആകുമ്പോൾ അങ്ങനെയും കഴിക്കും. പിന്നെ അത് ഏതായാലും ഇവിടുത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞില്ല. ഇനി ചോറ് അവിടെ കിടന്നാൽ അങ്ങനെ വേവുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇവിടെ ആദ്യം തന്നെ നല്ലോണം ക്ലീനാക്കി എടുക്കും. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടെ. അങ്ങനെ ഇത് ആ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കത് നമ്മളെ ഫിനിമോൾ ഇതാ കണ്ണും തിരുമ്മിക്കൊണ്ട് എണീറ്റ് വന്നതാണ്. ഉറക്കിൻ്റെ ക്ഷീണമൊന്നും വിട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നല്ല തണുപ്പല്ലേ. ആർക്കായാലും എത്ര ഉറങ്ങിയാലും ഇപ്പോൾ പൂതി കെടൂലല്ലേ. നമ്മൾക്ക് പിന്നെ നേരത്തെ ഇറങ്ങാതിരിക്കാൻ വയ്യല്ല അടുക്കളയ്ക്ക്. നമുക്ക് പെണ്ണുങ്ങൾക്ക് നമ്മളെ അടുക്കള ജോലി പിന്നെ എടുത്തേ തീരൂലേ. വേറെ ആരും വന്ന് എടുക്കൂലല്ലോ. അങ്ങനെ അവളെ ഞാൻ ബ്രഷ് ചെയ്യാൻ പറഞ്ഞ അപ്പോഴേക്ക് പിന്നെ ഇക്ക പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവളോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങി. വെള്ളിയാഴ്ച ഇക്കാക്ക് പണിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഈ വെള്ളിയാഴ്ച ഇക്കാക്ക് ഒരു ധൃതിപ്പണി ഉണ്ടായതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയും ഉണ്ട്. അങ്ങനത്തെ ഇക്ക പോയി കഴിഞ്ഞതിന് ശേഷം അവൾ എന്നോട് ചോദിക്കുന്നത് സ്കൂൾക്ക് കരയിൽ ജീവിക്കുന്നത് പിന്നെ ജലത്തിൽ ജീവിക്കുന്ന ജീവികളുടെ ഒക്കെ ഒട്ടിച്ച് കൊണ്ടുപോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രാത്രി പിന്നെ വെട്ടിയിട്ട് ഒട്ടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതെന്നോട് ചോദിക്കേണ്ട. അപ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ബാഗിൽ വെക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഒട്ടിച്ച് വെച്ചതല്ലേ. അപ്പോൾ പിന്നെ പോകാൻ സമയത്ത് ബാഗിലേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് ടേബിളിൽ വെച്ചതായിരുന്നു. പിന്നെ അത് ബ്രഷൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സുന്ദര കുട്ടമ്പന്മാരായിട്ടോ. അപ്പോൾ ഏതായാലും അവർ രണ്ടുപേരും എണീറ്റില്ലേ. അപ്പം ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് പിന്നെ അലക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഓരിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കട്ടെ അപ്ലോഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. ഞാനിവിടെ ബെഡ്ഷീറ്റ് ഊരുണ്ട്. ക്യാമറ ഓണാക്കിയത് കൊണ്ട് നമ്മൾ ഫിനിമോളുടെ കളിയാണ് കേട്ടോ. അത് ചായ കുടിച്ചിട്ടൊന്നുമില്ല, സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് കളിക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ബെഡ്ഷീറ്റ് ഊരിയില്ലേ നീ അത് അവിടെ പുറത്ത് കൊണ്ടുവെക്കുന്നു വേണ്ട. അത് പിന്നെ അവളിലാക്കി. മന്ത്ലി ക്ലീനിങ്ങിന് ടൈമൊക്കെ ആയിട്ടുണ്ട്. ഒരു ദിവസം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഡെയിലി തന്നെയല്ലേ പണി വെച്ചുണ്ടാക്കുക, വളമ്പ് അടിച്ചു വരിക, തുടക്കുക, പിന്നെ ക്ലീനാക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമുക്കുള്ള പണിയില്ലേ. പിന്നെ ഇത് ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇത്തിരി തേങ്ങയും പുളിയും 2 പച്ചമുളകും ഉപ്പിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ്. എനിക്ക് ചമ്മന്തിയോ അച്ചാറോ വേണം കേട്ടോ ചോറ്റിൽക്ക്. എനിക്ക് എന്തെങ്കിലും ഒന്ന് നിർബന്ധമാണേ. പിന്നെ അത് ചോറാണെന്നുണ്ടെങ്കിൽ തിളച്ച് മറിയുന്നുണ്ട്. കറി പിന്നെ നമ്മളെ പാഴ്സത്തെ കറിയില്ലേ അത് മതിയെന്ന് വെച്ചു. പിന്നെ കുറച്ച് പാഴ്സ് ഇങ്ങനെയും ചെയ്തു കേട്ടോ. അങ്ങനെ പൊരിച്ച് എടുക്കൂലേ അതുപോലും ചെയ്തു. എന്നാൽ പിന്നെ ചോറ്റിൽക്ക് കൂട്ടല്ലോ അങ്ങനെ വെച്ചു. അങ്ങനത്തെ അൽഹംദുലില്ലാ ഇന്ന് ഞാൻ ഇവരെ കൂടെ തന്നെ ഇരുന്നോട്ടെ. എപ്പോഴും ഇല്ലല്ലേ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇവരെ കൂടെ രാവിലെ ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവരെ കൂടെ തന്നെ ആക്കാമെന്ന് വെച്ചൊന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് റഹ്മത്തും ബർക്കത്തും വേറെ ഉണ്ടാവില്ലല്ലേ. ഇവിടെ രാവിലെ ഞങ്ങൾക്ക് അങ്ങനെ കഴിയാറില്ല കേട്ടോ. എന്നാലും മാക്സിമം ഇങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. പിന്നെ അത് ചോറ് ഷിബിലി മോൻക്ക് കൊണ്ടുപോകാനുള്ള ഞാൻ പെട്ടെന്നുണ്ട് ഊറ്റിയെടുത്തു കേട്ടോ. മറ്റുള്ളത് പിന്നെ അവിടെ തന്നെ കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവനക്ക് ചമ്മന്തി പാഴ്സും ആക്കി കൊടുത്തു. പാഴ്സ് കുറച്ച് കൂടുതൽ അവനക്ക് വെച്ചതാട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരും കൂടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തതാണ്. അങ്ങനെ അവൻ്റെ പെട്ടിയും ബാഗും എടുത്തുകൊണ്ട് അവനിതേ പോവാണ്. അപ്പോൾ അത് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഫിനിമോളും കൂടി ഇത് അവൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഷിബിലിമോൻ 7:45 7:50 ആകുമ്പോഴേക്ക് അവനെ ഇറങ്ങും. ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8:20 ആകുമ്പോഴേക്ക് അവളുടെ വണ്ടി വരും കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ അവൾക്ക് ഇനി മുടി കെട്ടാനല്ലേ ഉള്ളൂ. ഞാൻ മുടി കെട്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ കാക്ക പോകുന്നത് കാണട്ടെ പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അവൻ എന്നെയും കൂടി വിളിച്ചു കേട്ടോ. അപ്പോൾ അതാ പോയിട്ട് മുത്തം വെച്ചിട്ടും ടാറ്റ പറഞ്ഞിട്ടും പിന്നെ അവൻ അങ്ങനെ പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിനിമോൾ ഒരുക്കല്ലാണ്ട് അവളെ പാഠപുസ്തകങ്ങളും ലഞ്ച് ബോക്സും പിന്നെ കുപ്പിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ അവളൊന്നും ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പെൺകുട്ടികളാകുമ്പോൾ പിന്നെ മുടി കെട്ടാനുണ്ടാവുമല്ലോ അല്ലേ. ആൺകുട്ടികളാകുമ്പോൾ പിന്നെ അവരെ പെട്ടി കൊടുത്ത് ഡ്രസ്സും മാറ്റി അവരങ്ങ് പോയിക്കോളൂ. പെൺകുട്ടികളാകുമ്പോൾ പിന്നെ അതിൻ്റേതായ ലെവലിലൊക്കെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണ്ടേ. എങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ വരുമ്പോൾ അതൊക്കെ കേട് വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാലും പെൺകുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭംഗി വേറെ തന്നെയാണല്ലേ. എൻ്റെ അമ്മോ ഒരു ഉമ്മ ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം പണികളാണല്ലേ നേരം പോലത്തുള്ള. ഇതൊക്കെ നമ്മളെ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും അല്ലേ. എങ്ങനെയായാലും നമ്മൾ ഉമ്മമാർ ചെയ്യുമ്പോലായിരിക്കുമല്ലോ അല്ലേ. ഉപ്പമാർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഇത് ചോറൊക്കെ ഇത് വന്നിരുന്നല്ലോ അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു. ഞാൻ ചോറ് തള്ളക്കൈയിലോണ്ടൊന്ന് ഊറ്റിയെടുക്കാമല്ലോ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ഇതാവുമ്പോൾ എന്താ പെട്ടെന്ന് പണി കഴിയും. മറ്റേത് എന്താണെന്ന് അറിയാം ഇടക്കിടക്ക് ഇങ്ങനെ ഊറ്റി വന്ന് നോക്കണ്ടേ. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ഊറ്റി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ എന്നിട്ട് പിന്നെ ചെമ്പട്ടിക്ക് കൊട്ടി കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതേ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. വീതനത് സുന്ദര കുട്ടപ്പനാക്കി എടുത്തോ.
അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഇങ്ങനെയൊക്കെ കണ്ട് ഒപ്പിച്ചെടുത്തുട്ടാ. പിന്നെ അദ്ദേഹം മുറ്റടിച്ച് വാരാനുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റാണ് കേട്ടോ മുറ്റടിച്ച് വാരാൻ. കൂടുതലൊന്നും കച്ചറകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അടുക്കളപ്പണി അങ്ങനെ എടുത്തു. മുറ്റം പിന്നെ ലാസ്റ്റാണ് അടിച്ച് വാരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടാ. പിന്നെ അവിടെ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ബട്ടണും കൂടി കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.